PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ അതൃപ്തി പരസ്യമാക്കിയും സിപിഐയെ രൂക്ഷമായി വിമർശിച്ചും മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ അടഞ്ഞ അധ്യായമല്ല, പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം കേന്ദ്രമന്ത്രിയെ നേരിട്ടറിയിച്ചു. SSK ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലെന്നും അത് ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ല, ആരുടെയും ഇടപെടൽ കൊണ്ടുമല്ല പിന്മാറ്റം. കേന്ദ്ര ഫണ്ട് അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. RSS നയം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം വ്യക്തമാക്കിയതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല. ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങിയ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഈ ഫണ്ടിനായി ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ കടമയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ്. PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താൽപര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ മതനിരപേക്ഷതയും പുരോഗമന സ്വഭാവവും കാത്തുസൂക്ഷിക്കുക എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അടിയുറച്ച നിലപാടാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു പദ്ധതിയെ ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നത്, അത് നമ്മുടെ നയമാണ്. ഈ നയം ശക്തിപ്പെടുത്തുവാൻ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ ഫണ്ടുകളും നേടാൻ നമ്മൾ ഇനിയും ശ്രമിക്കും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, വ്യക്തമാണ് സമ്മർദ്ദം കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ പ്രത്യാഘാതം എന്തായാലും അത് ഒറ്റയ്ക്ക് നേരിടാൻ താനില്ല എന്നത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? രണ്ട് കാര്യമാണ്. ഒന്ന്, PMC എന്നത് CPM-ന് മുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ അടഞ്ഞ അധ്യായമല്ല, അത് വിഡ്രോ ചെയ്തതല്ല, ക്യാപ്റ്റൻ അപേക്ഷ അതായത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന് വ്യക്തമായി പറയുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മറ്റൊന്ന് അതിന്റെ രാഷ്ട്രീയമാണ്. ഇത് PMC പദ്ധതി കരാർ മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആരും മുന്നോട്ട് വരണ്ട. ഇത് ആരുടെയും വിജയവും പരാജയവുമേക്കാണ്ട് ഇന്നലെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമെന്നാണ്. ഇത് ആരുടെയും വിജയവും പരാജയവുമായി കാണേണ്ടതില്ല. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു നിലപാട് വന്നതുകൊണ്ട് സംസ്ഥാനത്തിന് അർഹിക്കുന്ന ഫണ്ട് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് SSK ഫണ്ടാണെങ്കിൽ പോലും അത് കിട്ടാതെ പോകും. അതിന്റെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ താൻ ഏറ്റെടുക്കാനില്ല, അതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CPI അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സംസ്ഥാനത്തിന് അർഹമായ കേന്ദ്രവിഹിതം കിട്ടാതെ പോകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് CPI ആണെന്ന് പറയാതെ പറയുകയാണ് വി ശിവൻകുട്ടി ചെയ്യുന്നത്. ഇന്നലെ ഒരു മുഖാമുഖം പരിപാടിയിൽ സംസ്ഥാനത്ത് ഈ മന്ത്രിസഭ രൂപീകരിച്ച സബ് കമ്മിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാകുമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയിരുന്നു ബിനോയ് വിശ്വം. അങ്ങനെ പറയേണ്ടതല്ല, കമ്മിറ്റി ഉള്ളത് തന്നെയാണ്. ആ കമ്മിറ്റി വിശദമായി തന്നെ പഠിക്കും, അതിന്റെ ഭൂരിപക്ഷ അഭിപ്രായം നോക്കും. ആ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയ ശേഷം മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകും. അതായത് PMC-യിൽ CPI മന്ത്രിമാരുടെ അഭിപ്രായം എതിരാണെങ്കിൽ പോലും അതിന് വിരുദ്ധ അഭിപ്രായം CPM മന്ത്രിമാർക്കും മറ്റ് ഇടതുപക്ഷ മന്ത്രിമാർക്കും ഉണ്ടെങ്കിൽ അതനുസരിച്ച് റിപ്പോർട്ട് നൽകുമെന്ന സൂചന കൂടി കാണണം. ബിനോയ് വിശ്വത്തിന്റെ വാർത്ത പത്രസമ്മേളനം ഉദ്ധരിച്ചുകൊണ്ടൊരു വാർത്ത വന്നിരുന്നു ജനയുഗത്തിൽ. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. RSS അതിന് നടപ്പാക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല, ആരും നടപ്പാക്കാൻ പോകുന്നുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം CPM-ന് നന്നായി അറിയാം. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് അത് പഠിക്കേണ്ട ഗതികേട് CPM-ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ RSS വിരുദ്ധ രാഷ്ട്രീയം CPI പഠിപ്പിക്കേണ്ട എന്ന് കൂടി പറയുകയാണ് വി ശിവൻകുട്ടി ചെയ്യുന്നത്. RSS-നെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പോരാട്ടങ്ങളുടെ സമരങ്ങളുടെ കണക്കെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനാരും തയ്യാറാവുകയും വേണ്ട. അത് ജനങ്ങൾ വിലയിരുത്തും. CPI-ക്കെതിരെ കടുത്ത അതിർത്തി, PMC വിവാദത്തിൽ അവരുടെ നിലപാടുകൾ, അതിനുശേഷം അതിന്റെ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ CPI എന്ന ശ്രമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവും അതിർത്തിയുമാണ് മന്ത്രി വി ശിവൻകുട്ടി പരസ്യമാക്കിയത്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. കൂടുതൽ പറയാനുണ്ടെന്ന് കൂടി ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു വി ശിവൻകുട്ടി ചെയ്തത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PM ശ്രീയിൽ അതൃപ്തി ഉണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിക്ക്. ആ അതൃപ്തി ഒരിക്കൽ കൂടി വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം കൂടുതൽ പറയുന്നില്ലെന്ന് പറഞ്ഞു നിർത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി.